ഇന്ന് വയസ്സായ ആളുകളെ ഇവിടെ പിന്നെ എന്തായാലും നല്ല മനുഷ്യന്മാരുള്ളത്. കാരണം ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ, മറ്റ് കമ്മ്യൂണിറ്റിക്കാർ ക്ഷമിക്കണം കേട്ടോ, അദ്ദേഹം പ്രസംഗിച്ചത് വളരെ വാസ്തവമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ ഏകദേശം നിലമ്പൂര് മുതൽ കാസർഗോഡ് വരെയുള്ള വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചിട്ടു അവിടെ മുസ്ലിമീങ്ങളെ അധികം ഞാൻ കണ്ടില്ല എന്നൊരു പള്ളിയിലച്ഛൻ്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം എല്ലാം സന്ദർശിച്ചിട്ടു. കാരണം നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, മറ്റുള്ളവരെ മോശാക്കല്ല. അവരുടെ മതത്തിലത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരത് പഠിക്കാൻ തുനിയുന്നില്ല. ഞാൻ അവരെ മോശാക്കല്ല കേട്ടോ. രാവിലെ പ്രാർത്ഥിക്കാനുണ്ട്, ഓം സഹനാവപതു സഹനഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിന വദീതമസ്തു മാ വിദ്ദിഷാവഹൈ ഓം ശാന്തി എന്ന് ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്, സമാധാനത്തിൻ്റെ പ്രാർത്ഥന. പക്ഷെ എത്ര പേരാണ് അത് പ്രാർത്ഥിക്കുക? അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ പഠിക്കണമെന്ന് ഞാൻ പറയാം, ലോകത്തിൽ മുഴുവൻ സമാധാനം ഉണ്ടാകാൻ വേണ്ടി. നേരെ മറിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻക സലാം എന്നാണ്ട് തുടങ്ങിയാൽ തന്നെ ഈ സദസ്സ് മുഴുവൻ അതിൻ്റെ ബാക്കി പറയും. അറബിയിൽ അതിൻ്റെ നേരെ അറബിയിലുള്ള പദം പോലെ നമുക്കത് തോന്നുക. കാരണം എന്തുകൊണ്ടാണ്? ഇന്ന് മദ്രസ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, മദ്രസ വേണോ വേണ്ട എന്ന തർക്കങ്ങളുണ്ടല്ലോ. സത്യത്തിൽ കുഞ്ഞുനാൾ മുതലേ മദ്രസയിലാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഹൈന്ദവർക്കും അതേപോലത്തെ മദ്രസ തുടങ്ങിയ തിരക്കടില്ല. കാരണം അതിൻ്റെ വാല്യൂസ് പഠിപ്പിക്കാൻ. ഇതൊന്നും പഠിക്കാതെ ഇങ്ങനെ തുള്ളരുത് നമ്മൾ. മുസ്ലിങ്ങളായാലും ഹൈന്ദവരായാലും അവരവരുടെ വാല്യൂസ് പഠിക്കണം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനാത് മധർമ്മസ്യ തഥാത്മനാം സൃജാമ്യഹം ധർമ്മം സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീതയിലൂടെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിൽക്കുക എന്ന ഒരു ഉത്തമ ബോധ്യമുണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത് ണ്ടത് എന്താണെന്നറിയോ? ഇവിടെയുള്ള ഓരോ ആളുകളും സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ മുസ്ലിം ലീഗുകാരായ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ സഹായിക്കുന്നത് ഇത് തൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. വയനാട്ടിൽ ഒലിച്ചിറങ്ങുമ്പോഴേക്ക് ഇവിടെ നിന്ന് വൈറ്റ് ഗാർഡിൻ്റെ കുട്ടികൾ ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ പോയിട്ട് ഹീറോ ആകാനല്ല. ഒരൊറ്റ ക്യാമറയിലും അവരുടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. ഫോട്ടോ എടുക്കാനായിരുന്നില്ല വയനാട്ടിലേക്ക് അവർ ഓടിയത്. ഇവിടെ പോയി പച്ചക്കുപ്പായിട്ടുകൊണ്ട് വന്നില്ലേ? ഈ കുട്ടികൾക്കന്ന് ഓടിയത് കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ ഞങ്ങളൊരു പക്ഷേ ഒലിച്ചു പോയേക്കാം, എന്നാലും വയനാട്ടിൻ്റെ മക്കളെ മല കയറി അവിടെ എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ സഹായം നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചോർത്ത് അള്ളാഹിനെക്കുറിച്ചോർത്ത് മാത്രമാണ്. അതുകൊണ്ട് CH സെൻറ്റർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഈ നീയത്തോട് കൂടിയിട്ടാണ്. ഇവിടെ 50,000-ൻ്റെ 1,00,000-ൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ജാള്യത, ഞാനൊരു മനഃശാസ്ത്രപരമായ കാര്യം പറഞ്ഞോട്ടെ. ചില ആൾക്കാരിവിടെ കയറി വന്നപ്പോൾ അവരുടെ മുഖത്തന്നെ ഒരു ജാള്യത തന്നെ ഞങ്ങളങ്ങണ്ട് വിളിക്കേണ്ടിണ്ടായിരുന്നു. കാരണം ചില സമയത്ത് പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നേക്കാം. ഒരു കിണർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ജൂ വംശത്തിൻ്റെ കീഴിലുള്ള കിണർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ കിണർ ആരാണോ ഈ പാവം മനുഷ്യർക്ക് കുടിക്കാൻ വേണ്ടി വാങ്ങിത്തരുന്നത് അവനും ഞാനും സ്വർഗത്തിൽ ഒരുപോലെ ആയിരിക്കും, അടുത്തായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സമ്പത്തിൻ്റെ ഒരുപാട് ചെലവാക്കിയിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ കിണർ വാങ്ങിക്കൊടുത്തത്. അത് പരസ്യമായൊരു പ്രഖ്യാപനമായിരുന്നു. ഇന്നും ഹജ്ജിന് പോകുന്നവർ, ഉംറക്ക് പോകുന്നവർ ആ കിണർ കാണാൻ പോകും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബിർ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കിണറെന്ന്. അതുകൊണ്ട് പരസ്യമായി ചില സമയത്ത് നമ്മൾ സംഭാവന കൊടുക്കേണ്ടി വരും. അത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്വകാര്യത്തിൽ പറഞ്ഞാൽ മതിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഉസ്മാൻ ഇതൊന്ന് വാങ്ങി തന്നേക്ക് എന്ന് പറഞ്ഞ് സ്വകാര്യ സംഭാഷണം നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ അതൊരു പ്രചോദിപ്പിക്കലാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അഹംഭാവമുണ്ടാകരുത്, അഹങ്കാരമുണ്ടാകരുത്. പകരം ആളുകളെ സഹായിക്കാൻ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുമെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന ഫത്വയുടെ അടിസ്ഥാനത്തിൽ കയറി വന്ന സഹോദരന്മാരെ പോലെ എന്താണോ നമുക്ക് പറ്റുക ചെറിയതെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു കൊടുക്കും. ഇവരാരും പിരിവിനെ കുറിച്ച് പറയില്ല കേട്ടോ, ഇവരാരും ഇത് പറയില്ല. എനിക്കറിയാൻ KMCCയെ ഏകദേശം 55 രാജ്യങ്ങളിലേറെ ഇന്ന് KMCC ഉണ്ട്. ആ KMCC എന്ന് പറയുന്നതിൻ്റെ പല പരിപാടിക്കും ഞാൻ പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും, ഏകദേശം പല രാജ്യങ്ങളിലും, UK-ലും ഓസ്ട്രേലിയയിലും ഒക്കെ ഞാൻ KMCCൻ്റെ പരിപാടിക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോഴും അവിടെയുള്ള കുട്ടികൾ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എന്നെയും ET മുഹമ്മദ് ബഷീർ സാഹിബിനെയും ഹെലികോപ്റ്ററിൽ ഇരുത്തിയിട്ട് ഓസ്ട്രേലിയയിലെ പാവം ഈ പറയുന്ന ഈ KMCCയുടെ കുട്ടികൾ, എൻ്റെ കുറേ വിദ്യാർത്ഥികളും കൂടി ഉണ്ട് അതിൽ, അവരിങ്ങനെ ഹെലികോപ്റ്ററിൽ ഇരുത്തി, ഞാനും തന്നെ ആദ്യമായിട്ടാണ് കടലിൻ്റെ മേൽക്കൂടെയൊക്കെ ഹെലികോപ്റ്ററിൽ പോണത്. ഹെലികോപ്റ്ററിൽ ഇരുത്തിയിട്ട് അതൊരു കാഴ്ചയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കടലെടുക്കാണ് ഈ 12 അപ്പോൾസലേഴ്സ് എന്ന് പറയുന്ന ഏരിയ.
ഞാനും MT മുഹമ്മദ് ബഷീർ സാഹിബും കൂടി കുറേ സമയം ഹെലികോപ്റ്ററിലൊക്കെ കറങ്ങി വന്ന് എന്നിട്ട് ഇങ്ങനെ കരയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിൽ എനിക്ക് തോന്നി ഇവരിതിൽ കയറിയിട്ടില്ല എന്ന്. ഞാൻ സെമിയോനെ വിളിച്ച് ചോദിച്ചോടാ നിങ്ങൾ കയറിയിട്ടില്ലേ? ഇല്ല, ഞങ്ങളിതുവരെ കയറിയിട്ടില്ല എന്ന്. അത്രമാത്രം ഇവിടെ നിന്ന് പോകുന്നവരെ സ്നേഹിക്കുകയും കേരളത്തിലെ നേതാക്കന്മാരെ എന്നെ നിങ്ങൾ വിട്ടേക്ക് ഈട്ടിയെ പോലെയുള്ള ആളുകളെ ആദരിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട മക്കളുണ്ട്. അങ്ങകലെ ഓസ്ട്രേലിയയുടെ ആ ഭാഗത്ത് പോലും ഈ KMCC ഉണ്ടല്ലോ, പണ്ട് കാലത്ത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. KMCCക്കാരെ ഇതിനൊക്കെ കുറേ ഫണ്ടൊക്കെ നൽകുന്നത്. ഖത്തർ KMCCയിലെ കുട്ടികളെ ഞാൻ ഇവിടെ കണ്ടു. ഖത്തറിൽ ഞാൻ പരിപാടിക്ക് പോകുമ്പോൾ കാണുന്ന മക്കളെ ഇന്നിവിടെ കണ്ടു ഞാൻ. UAE KMCCയുടേതുണ്ട്, റിയാദ് KMCCയുടേതുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ, KMCCക്കാരടുത്ത് ഒരുപാട് പൈസ ഉണ്ടെന്നല്ല നമ്മളെ ധാരണ. ബിസിനസ്സുകാരായ കുറച്ച് ആൾക്കാർ അതിലുള്ളൂ. ബാക്കിയുള്ളവരുടെ കഥ എന്താണെന്നറിയോ? ബൈത്തുർ റഹ്മക്ക് വേണ്ടി നിങ്ങൾ ഒരു 100 ദിർഹം തരണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 200 ദിർഹം അഥവാ ഇവിടുത്തെ 5000 രൂപയോളം ഏകദേശം തരണമെന്ന് പറയുമ്പോൾ ആ പാവങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചൂണ്ടാറുണ്ട്. തങ്ങൾ അല്ലെങ്കിൽ വേറുള്ളവർ പ്രസംഗമൊക്കെ നടത്തിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ആ 200 ദിർഹം ചൂണ്ടുമ്പോൾ ഈ പാവം 80% ആളുകൾക്കും സ്വന്തം വീടിന് തറക്കല്ലിട്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികളായി തരുന്നത്. KMCCക്കാരെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ അവരുടെ പരിപാടിക്ക് ഒരുപാട് പോകുന്നതാണ്. 100 കണക്കിന് പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ടാകും, വിദേശ രാജ്യങ്ങൾ അവരുടെ പ്രോഗ്രാമിൽ. ആ കുട്ടികൾ പൈസ എൻ്റെ കയ്യിൽ ഇതുവരെ 100 രൂപ പോലും തന്നിട്ടില്ല കേട്ടോ. ഞാൻ പറയുന്നതിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ സമയത്ത് അവർ പോലും സ്വന്തം വീടിന് തറക്കല്ലിട്ടിട്ടില്ല. എന്നിട്ട് ഈ സമൂഹത്തെ സ്നേഹിക്കാണ്, ഈ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കാണ്. അങ്ങകലെ കേരളത്തിന് നിങ്ങളറിയോ, ഇവിടുന്ന് മാതാപിതാക്കളുടെ കഥ പറയുമ്പോൾ ഇതിലധികം ആൾക്കാർക്ക് കണ്ണുനീരൊന്നും വന്നോളന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ പോയാൽ ഈ മാതാപിതാക്കളെ കാണാൻ പോവുകയാണ്. എന്നാൽ ഗൾഫിലെങ്ങാനും മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ ആ മക്കൾ കരയാറുണ്ട്. കാരണം അവൻ്റെ ഉമ്മ അങ്ങകലെയാണ്, അവൻ്റെ ഉപ്പ ദൂരെയാണ്. ഇവിടെയുള്ളവർക്ക് കരച്ചിൽ വരില്ല, ആ പാവങ്ങൾക്ക് വരും, KMCCക്കാർക്ക് വരും. എന്തുകൊണ്ടെന്നാൽ എന്നും പിതാവിനെ കാണാൻ മോഹമുണ്ടവർക്ക്. പക്ഷേ 2 വർഷത്തെ ലീവ് കഴിഞ്ഞിട്ടേ, ജോലി കഴിഞ്ഞിട്ട് ലീവ് കിട്ടിയിട്ടേ ഉപ്പയെ കാണാൻ പറ്റൂ എന്നതാണ്. എൻ്റെ ഉപ്പ പറയാറുണ്ട്, എൻ്റെ ഉപ്പയുടെ ഉമ്മ മരിച്ചത് 15ാമത്തെ ദിവസമാണ് ഉപ്പ അറിയുന്നത്. അന്ന് കത്തേ ഉള്ളൂ. ഈ കത്തയച്ചിട്ട് ഉമ്മ മരിച്ചു എന്നുള്ള വിവരം പ്രവാസിയായ എൻ്റെ പിതാവ് അറിയുന്നത് 15ാമത്തെ ദിവസത്തിൽ. അന്ന് 15 ദിവസം കഴിയും കത്തം കണ്ടെത്താൻ. ഇന്ന് നമുക്ക് പല ഫെസിലിറ്റികളും ഉണ്ടാകാം. ഞാൻ ചിലപ്പോഴൊക്കെ സൂചിപ്പിക്കുന്ന തിരൂരിലെ സബ്ക ഹോട്ടലിൻ്റെ ഓണർമാർ കഞ്ഞിമൗല എന്നാണ് അവരുടെ ഉപ്പാപ്പനെ വിളിക്കാറ്. പല ആൾക്കാർക്കും കഞ്ഞിമൗലൻ അറിയാം. എന്താ കഞ്ഞിമൗലൻ്റെ പ്രത്യേകത? ഇവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ലാഞ്ചിക്ക് കയറി കോർഫുക്കാലിൽ പോയിട്ട് ഇറങ്ങുക. കോർഫുക്കാലിൽ പോയിട്ട് ഇറങ്ങുമ്പോഴേക്ക് 7 ദിവസം 8 ദിവസമായിട്ട് പട്ടിണിയായി പ്രയാസപ്പെട്ട് ചിലർ മരണത്തിന് മുഖാമുഖം കണ്ട് പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് മോനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം, ഇതാകെ ഇതാവും. നിങ്ങൾക്ക് ആർക്കും നല്ല ദാഹിക്കണവരുണ്ടെങ്കിൽ വാങ്ങിക്കും. എൻ്റെ മറ്റത് എന്താവുന്ന ആകെ ഇളകും. അതുകൊണ്ടാണ് എനിക്കും നല്ല ദാഹമുണ്ട്. ഈ പ്രായം ചെന്നവർക്ക് വേണമെങ്കിൽ കൊടുത്തോളിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് ആ സമയത്ത് കോർഫുഖാനിൽ പോയി ഇറങ്ങിയിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ ആ പാറക്കൂട്ടത്തിൽ ചെന്നിറങ്ങി നീന്തി കരയിലേക്ക് കയറുമ്പോൾ ഒരു പാവം മനുഷ്യൻ റാന്തൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് UAE-കാരെന്നും പറയും. ആ മനുഷ്യൻ്റെ പേര് കഞ്ഞിമൗല എന്ന. എന്താ കഞ്ഞിമൗല എന്ന് പറയാൻ കാരണം എന്നറിയോ? ഇവിടെ നിന്ന് പോകുന്നവരെ ആദ്യം കഞ്ഞി കുടിപ്പിച്ചത് ആ മനുഷ്യനാണ്. എല്ലാവർക്കും വലിയ ബിരിയാണിയൊന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് കരണ്ടില്ലാത്ത UAE-യിൽ, അന്ന് AC ഇല്ലാത്ത UAE-യിൽ ഇവിടെ നിന്ന് കയറുന്ന ആളുകൾക്ക് ആദ്യം കഞ്ഞി വലിയ കലത്തിൽ വെച്ചിട്ട് കപ്പലിലുള്ളവർക്ക് മുഴുവൻ കഞ്ഞി കുടിപ്പിച്ച ഒരു മനുഷ്യൻ, പൈസ വാങ്ങാതെ കഞ്ഞി കുടിപ്പിച്ച ഈ മനുഷ്യന് അന്ന് UAE കൊടുത്ത പേരാണ് കഞ്ഞിമൗല എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് പോയ ആൾക്കാരുണ്ടാകും. അന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പുരോഗതികൾ വന്നത് ഇവരിലൂടെയാണ്. ഇന്നിപ്പോൾ CH സെൻറ്റർ KMCCക്കാർ മറ്റുള്ളവർ ഇവിടെയുള്ള ലീഗുകാരൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുള്ളത്. പണ്ടത്തെ കാലത്ത് ഉമ്മാമ്മമാർ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, പേരക്കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരിങ്ങനെ അരി, അന്നാകെ കഞ്ഞിയുള്ളൂ കേട്ടോ, വലിയ കുബേര കുടുംബത്തിൽ മാത്രമേ ചോറ് വെക്കലുള്ളൂ. കഞ്ഞി വിളമ്പുന്ന അതിന് വേണ്ടിയിട്ട് അരി ഇങ്ങനെ കഴുകാൻ വേണ്ടി ഇടുമ്പോൾ ആകെ ഒരു നാഴി അരി കൊണ്ട് ഏകദേശം 12 ആൾക്കാർ കഴിക്കണം.
കഞ്ഞി കുറേശ്ശെ കുടിക്കാനേ ഉണ്ടാവുള്ളൂ. കഞ്ഞി വെള്ളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ബറ്റ്, അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് വന്നാൽ മതി. ഇപ്പോൾ കാണണമെങ്കിൽ, ഞാർക്കെങ്കിലും കാണണമെന്ന് തോന്നുകയാണെങ്കിൽ 75 കൊല്ലം മുമ്പെയുള്ള കേരളത്തിനെ ഇപ്പം നിങ്ങൾക്ക് ആഫ്രിക്കയിൽ കാണാൻ പറ്റും. പൂളയ്ക്ക് അവിടെ കസബ എന്നാണ് പറയുക. നൈജീരിയയിൽ കസബ എന്ന് പറഞ്ഞാൽ പൂളയാണ്. പൂള പൊടിച്ചിട്ട് കഴിക്കുന്ന ആളുകളെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ നമ്മുടെ കട്ട കൊണ്ട് വീട് വെക്കൂലേ, കട്ട കൊണ്ട് വീട്. അന്ന് കട്ടയെങ്കിലും ഉണ്ടായിരുന്നു. കട്ടക്ക് മുമ്പെന്തായിരുന്നു എന്നറിയോ? പഴമക്കാർക്കറിയാം. ഉരുള ഉരുട്ടിയിട്ട വീട് വെക്കുക. ചളി ഇങ്ങനെ ഉരുളങ്ങനെ ഉരുട്ടുന്നിട്ട് ഉരുളങ്ങനെ വെച്ച് ചുമരാക്കും. ഒറ്റ ദിവസം കൊണ്ട് പെരപ്പണി കഴിഞ്ഞിരുന്നു, ഒരേ ഒരു ദിവസം കൊണ്ട്. കാരണം ചുറ്റുഭാഗത്ത് മുഴുവനും ചളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓല കൊണ്ടായിരുന്നു നമ്മളൊക്കെ മറച്ചിരുന്നത്. ഇന്ന് ആഫ്രിക്കയിൽ ഓലയില്ലാത്തത് കൊണ്ട് ടിന്നിൻ്റെ ഷീറ്റ് വേണം. അതിനാകെ 20,000 ഉറുപ്പിക കൊടുത്താൽ മതി. 20,000 രൂപ ഉണ്ടെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ പറ്റും ആഫ്രിക്കയിൽ. ആ ജനതയെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ 2024 നമ്മൾ പോയാലും കാണാം. അങ്ങനത്തെ ഒരു കാലം നമുക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. കരണ്ടില്ലാത്ത വെളിച്ചമില്ലാത്ത കാലം. ചിമ്മിണി വിളക്ക്. പണ്ട് കൊതുക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരൂലായിരുന്നു. ഈ അടുത്തിടെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയത് മണ്ണെണ്ണ വിളക്കുണ്ടായതുകൊണ്ട് കൊതുക് വരില്ലായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായ? മണ്ണെണ്ണൻ്റെ ചുവ ഉണ്ടായതുകൊണ്ട് മിക്കവാറും സാധനങ്ങൾ ഉള്ളിലേക്ക് വരില്ല. മണ്ണെണ്ണ വിളക്ക്. ഇന്ന് മണ്ണെണ്ണ വിളക്കൊന്നുമില്ല, മണ്ണെണ്ണേനെ കാണാനില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാലത്തൊക്കെ കഴിഞ്ഞു പോയി. ആ കാലത്ത് പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ഉമ്മാമ്മമാർ അന്ന് അരി കഴുകാൻ വേണ്ടി ഇങ്ങനെ ഒരു നാഴി അരി, അതിനെക്കുറിച്ചിട്ടാണ് ഒരു പിടി അരി എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിബ് എഴുതി വെച്ചത്. ആ ഒരു പിടി അരി ഇങ്ങനെ ഇടുമ്പോൾ ആ നാഴി ഇടുന്ന സമയത്ത് വലത്തെ കൈയൊരു കാണിക്കലാണ്. ആകെ ഒരു നാഴിയേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു പിടി അരി ഇങ്ങനെ വാരിയിട്ട് കഴുകലിലേക്കിടാതെ ഒരു കുടുക്കയിലേക്കിടും. എല്ലാ ദിവസവും ഇട്ടിട്ടാണ് അവസാനം ഒരു പിടി അരി ഒരു കുടുക്ക അരിയാകുന്നത്. ഇതെവിടുക്കാ കൊടുക്കണമെന്നറിയോ? എൻ്റെ പള്ളിയിലേക്ക്, എൻ്റെ മദ്രസയിലേക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ മദ്രസകളും എല്ലാ പള്ളികളും ഉണ്ടായത്. കാലങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ നമ്മളെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയുമാകുമ്പോൾ കലാപങ്ങളും കലുഷിതവുമൊക്കെ ആക്കാൻ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഒരിക്കലും ആ ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു പോകരുത്.